പറയാത്ത ഒന്ന് ഞാൻ പറഞ്ഞു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നരകത്തിയിൽ അവന്റെ ഇരിപ്പിടം അവൻ തരപ്പെടുത്തിക്കൊള്ളട്ടെ. നരകമാണ് അവനുള്ളത്. ഈ പുസ്തകമല്ലേ വിറ്റഴിക്കുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, എത്ര ഗൗരവമാണ്. നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം, ചോദിക്കണം. നിങ്ങൾ വെറുതെ വിമർശിക്കുന്നതല്ല. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ദീനുൽ ഇസ്ലാമിൽ കൈക്രിയ നടത്തുന്നവനെതിരെ പ്രവർത്തിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ചില ആളുകൾ പറയും ചെയ്യുന്നവര് ചെയ്തോട്ടെ, നമ്മൾക്കിവിടെ വേറെ ഇന്റർനാഷണൽ വിഷയങ്ങളെന്തൊക്കെ പറയാനുണ്ട്, വേറെന്തൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. നിസ്സാരമായ ശാഖാപരമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് വെറുതെ തർക്കിക്കണോ എന്ന് ചോദിക്കുന്ന ആരെങ്കിലും ശ്രോതാക്കളിൽ ഭാവിയിലെങ്കിലും ഉണ്ടാകുമെങ്കിൽ വിനയത്തോടുകൂടി പറയട്ടെ, സുഹൃത്തുക്കളെ, 10 സെന്റ് ഭൂമി നമ്മൾ ഒരിടത്ത് വാങ്ങിയാൽ ആ ഭൂമിക്ക് നമ്മളൊരു ഡോക്യുമെന്റ് എഴുതി വാങ്ങാറുണ്ടല്ലോ, ആധാരം എഴുതാറുണ്ടല്ലോ. ആ ആധാരത്തിൽ നമ്മുടെ ഭൂമിയുടെ പേരിൽ നമ്മൾ എഴുതിയുണ്ടാക്കിയ ആധാരത്തിൽ പിന്നീട് ആരെങ്കിലും വല്ല കൈക്രിയയും നടത്തിക്കൊണ്ട് എഴുതി ചേർത്താൽ സഹിക്കുമോ നമ്മൾ? വിടുമോ നമ്മൾ അവനെ? എന്താ നമുക്കിത്ര രോഷം ഈ ഭൗതികമായ ഒരു 10 സെന്റ് ഭൂമിയോട്? എങ്കിൽ ാൾ ഗൗരവമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂലിലൂടെ പൂർത്തിയാക്കി തന്ന ദീനുൽ ഇസ്ലാം ആകുന്ന ഡോക്യുമെന്റിൽ ഇനി ഒരാൾ കൈക്രിയ നടത്താൻ വിട്ടുകൂടാ. അത് അല്ലാഹുവിനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്, റസൂലുള്ളാഹിനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്, വിശുദ്ധ ഖുർആനിനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്, ഈ മുസ്ലിം ഉമ്മത്തിലെ സാധാരണക്കാരോടുള്ള ഗുണകാംക്ഷയുടെ ഭാഗമാണ്. അതല്ലേ റസൂലുള്ള പറഞ്ഞത്, അദ്ദീനു വന്നസീഹ, ദീൻ എന്ന് പറഞ്ഞാൽ ഗുണകാംക്ഷിക്കലാണ്. സഹാബത്ത് ചോദിച്ചു, ആരോടൊക്കെയാണ് ഗുണകാംക്ഷ വേണ്ടത് നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലില്ലാഹി വലി കിതാബിഹി വലി റസൂലിഹി വലി സായിരിൽ മുസ്ലിമീന വഇമ്മത്തിഹിം. മുസ്ലിം പൊതുജനങ്ങളോടും വിശുദ്ധ ഖുർആനിനോടും റസൂലുള്ളാഹിനോടും അല്ലാഹുവിനോടും ജനങ്ങളുടെ നേതാക്കന്മാരോടും ഒക്കെ ഗുണകാംക്ഷ വേണം. ആ ഗുണകാംക്ഷയുടെ അടിസ്ഥാനത്തിലായി പറയുന്നത്, അല്ലാതെ മറ്റു വിഷയങ്ങൾ പറയാനുള്ള ദാരിദ്ര്യം കൊണ്ടല്ല. ഈ സമൂഹത്തിൽ ഈ അന്ധവിശ്വാസങ്ങൾ വേരോടാൻ സമ്മതിക്കരുത്. അത് ഈമാനിന്റെ ഭാഗമാണ്. ഇനി അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, നിങ്ങൾ നോക്കൂ, ഇവര് പറഞ്ഞ് മേറാജ് രാവിന് പ്രത്യേക നിസ്കാരമുണ്ട്, പ്രത്യേക നോമ്പുണ്ട്. ഈ സ്പെഷ്യൽ നിസ്കാരം വേറെ വരുന്നത് റജബ് 27 രാത്രി ബ്രാക്കറ്റിൽ മേറാജ് രാവ് മുപ്പർക്ക് സ്പെഷ്യൽ വഹി കിട്ടിയതുപോലെയാണ്. റജബ് 27 രാത്രി മേറാജ് രാവ് ആരെങ്കിലും 12 റക്അത്ത് നിസ്കരിക്കുകയും എല്ലാ റക്അത്തിലും ഫാത്തിഹയ്ക്ക് ശേഷം ഏതെങ്കിലും ഒരു സൂറത്ത് ഓതുകയും നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചാൽ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് 100 പ്രാവശ്യവും അസ്തഗ്ഫിറുല്ലാഹ് 100 പ്രാവശ്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ 100 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലുകയും ശേഷം അവന്റെ ഇഹപര കാര്യങ്ങൾക്ക് പ്രാർത്ഥിക്കുകയും പ്രഭാതത്തിൽ നോമ്പുകാരനാവുകയും. കേട്ടോ, ഈ 12 റക്അത്ത് നിസ്കാരം തലേന്ന് നിസ്കരിച്ച് 27 അന്ന് പകല് നോമ്പുകാരനാവുകയും ചെയ്താൽ അവന്റെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം ചെയ്യുന്നതാണ്. ഈ രാത്രി അല്ലാഹുവിനെ ആരാധിക്കുന്നവന് 100 വർഷം നന്മ ചെയ്ത പ്രതിഫലം നൽകപ്പെടുമെന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. എവിടെ റിപ്പോർട്ട് ചെയ്ത്? പാള കിതാബിലല്ലാതെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ എവിടെങ്കിലും ഉണ്ടോ? എന്നിട്ട് ഈ നിസ്കാരത്തിന്റെ ഇതിനുണ്ട് നിയത്ത്. നേരത്തെ പറഞ്ഞതുപോലെ ഉസല്ലി സുന്നത്തൽ മിഅ്റാജി റക്അതൈനി ലില്ലാഹി തആല, മിഅ്റാജിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അല്ലാഹുവിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയത്ത് ചെയ്ത് ഈ 2 റക്അത്തായി 12 റക്അത്ത് നിസ്കരിക്കണം. നോക്കൂ, നിങ്ങൾ ഇങ്ങനെയുണ്ടോ ഇസ്ലാമിൽ? അത് പകലൊരു നോമ്പ്. നിങ്ങൾ ചോദിക്കുക സുഹൃത്തുക്കളെ, ഈ നിസ്കാരം നിസ്കരിക്കുന്ന ആളുകളോട്, അന്ന് നോമ്പ് അനുഷ്ഠിക്കുന്ന ആളുകളോട് വിനയത്തോടു കൂടി ചോദിക്കുക. അല്ല മുസ്ലിയാരെ, അല്ല സുഹൃത്തെ, അല്ല പണ്ഡിത, അവരോട് ചോദിക്കാൻ നിങ്ങൾ വിനയത്തോടുകൂടി, അല്ലാഹുവിന്റെ റസൂല് ഇങ്ങനെ ഒരു നിസ്കാരം നിസ്കരിക്കാൻ പറഞ്ഞത് ഏത് കിതാബിലാണ് വന്നത്, ഏത് ഹദീസിലാണ്? ഒന്നും എഴുതിപ്പിരി. ഒരു മൗലവി ഇങ്ങനെ പ്രസംഗിക്കുന്ന അങ്ങനെയല്ല, ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് അയാളെ കൊണ്ട് നിസ്കരിപ്പിക്കാലോ. മൗലവി പറയുന്ന അങ്ങനെ നോമ്പില്ല, മുത്തുനബി യാജ് നോമ്പ് നോൽക്കാൻ പറഞ്ഞു, ഒരു ഹദീസിന് തന്നലിൻ നമ്മളൊന്ന് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞൂടെ? സുഹൃത്തുക്കളെ, ഇലാ യൗമിൽ ഖിയാമ, ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെ ഒരാളെ കൊണ്ട് ഇങ്ങനെ ഒരു നിസ്കാരം ഇങ്ങനെ ഒരു നോമ്പിട്ട് കൊണ്ടുവരാൻ കഴിയൂല. കാരണം എന്താ? അത് ഇസ്ലാം ദീനിലെ ഇവരുടെ വകളുടെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആണ്. അത് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആണ്, അത് ഇസ്ലാമിൽപ്പെട്ടതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താണ്? മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ ദീനിന്റെ വിഷയത്തിൽ അതിലില്ലാത്തത് ആരെങ്കിലും പുതിയതായി കൊണ്ടുവന്നാൽ കൊണ്ടുവന്ന വിഷയവും കൊണ്ടുവന്നവനെയും തള്ളിക്കോ. ഫഹുവ റദ്ദുൻ, അവൻ തള്ളണം, തള്ളപ്പെടേണ്ടതാണ്, അത് തള്ളേണ്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇത് ജനങ്ങളോട് പറഞ്ഞതിനാണ് ഇപ്പൊ നമ്മളെ പേരിൽ പരാതി. എന്ത് കണ്ടോ, പേര് നോമ്പുകള്ളന്മാരാണ്.
നിസ്കാരക്കള്ളന്മാരാണ്. ജനങ്ങൾ 12 റക്അത്ത് നിസ്കരിക്കല്ലേ, അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ കിടക്കല്ലേ, ഫാത്തിഹയല്ലേ ഓതുന്നത്, സൂറത്തുൽ ഖദറല്ലേ ഓതുന്നത്, മുത്തുനബിന്റെ പേരിൽ സ്വലാത്തല്ലേ ചെല്ലണത്, സുബ്ഹാനല്ലാഹ് അല്ലേ ചെല്ലണത്. നല്ലൊരു കാര്യം ആ രാത്രിയിൽ ജനങ്ങൾ ചെയ്യുമ്പോൾ അതിനും ഇവർ വന്ന് ഇടങ്കോലിടുന്നു. മാത്രമല്ല 27ന്റെ അന്ന് അല്ലാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിച്ചിട്ട് പകല് മാതിരി ചൂടുള്ള സമയത്ത് വെള്ളം കൂടി കുടിക്കാതെ നോമ്പ് നോൽക്കുമ്പോ അങ്ങനെ പുണ്യം നാശിക്കുന്ന പാവങ്ങളെയും ഇവർ തടയിടുന്നു. കണ്ടോ, ഖൈറിനെ തടയുന്നവരാണ് മുജാഹിദ്, ഖൈറിനെ തടുക്കുന്നവരാണ് സലഫി, ഖൈറിനെ തടക്കുന്നവരാണ് വഹാബികൾ. അതുകൊണ്ട് അവരുമായി സലാം പറയരുത്, അവരുടെ പ്രസംഗം കേൾക്കരുത്, അവരുടെ പള്ളിയിൽ ജുമാഅക്ക് പോകരുത്, അവരുടെ മാസികകൾ വായിക്കരുത്, അവരുടെ വാരികയിൽ തിരിഞ്ഞു നോക്കരുത്. ഇങ്ങനെയൊക്കെയാണ് പറയുമ്പോൾ ജനങ്ങൾ വിചാരിക്കാം എന്നിട്ട് ഒരു പറഞ്ഞിടത്തും കുറച്ചൊക്കെ കാര്യമുണ്ട്. ഒരു കാര്യമില്ല, യാതൊരു കാര്യമില്ല, മുഴുവൻ കള്ളമാണ്, മുഴുവൻ അബദ്ധങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിലുണ്ടായ അത്ഭുതകരമായ ഈ യാത്രയുടെ മറപിടിച്ചുകൊണ്ട് ഈ സമൂഹത്തിൽ ബുറാഖിന്റെ പേരിലും പ്രവാചകന്റെ മസ്ജിദുൽ അഖ്സ സന്ദർശനത്തിന്റെ പേരിലും നിസ്കാരം നിർബന്ധമാക്കിയതിന്റെ ആ വിഷയത്തിലും അതുപോലെ തന്നെ ഈ പേരിൽ അനാചാരങ്ങൾ ഉണ്ടാക്കുന്നതിലുമൊക്കെ ആളുകൾ പലതും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനെതിരെ ജാഗ്രതയുള്ളവരായി തീരുക. ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പൂർത്തിയാക്കി തന്ന ദീനാണ്. ആ ദീന് അതിന്റെ സ്പിരിറ്റോടുകൂടി പ്രവാചക അധ്യാപനങ്ങളെ പിൻപറ്റിക്കൊണ്ട് നാം ജീവിച്ചു തീർക്കുക. ആ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് സഹായം നമുക്ക് പ്രതീക്ഷിക്കാം. ആ ഒരു യഥാർത്ഥമായ അവസ്ഥയിലേക്ക് നാം വളരുക. അന്ധവിശ്വാസങ്ങളെ, അനാചാരങ്ങളെ ജീവിതത്തിൽ കഴിയുന്നത്ര നാം എതിർത്ത് തോൽപ്പിക്കുക. ഒരു കാസറ്റ് നൽകുന്നതിലൂടെ, ഒരാളുമായി അല്പനേരം സംസാരിക്കുന്നതിലൂടെ, കത്തിലുള്ള ഏതാനും വരികളിലൂടെ അഷ്റഫുൽ ഖൽഖ് പഠിപ്പിച്ച ദീനിനോട് സ്നേഹമുണ്ടെങ്കിൽ ഈ സന്ദേശങ്ങൾ നമ്മൾ പ്രചരിപ്പിക്കണം. അത് അല്ലാഹുവിന്റെ ദീനിനോടുള്ള കൂറാണ്, സ്നേഹമാണ്, ആദരവാണ്, ബഹുമാനമാണ്, സർവോപരി നമ്മുടെ ബാധ്യതയാണ് നമ്മൾ മനസ്സിലാക്കുക. സർവശക്തനായ അല്ലാഹു ബാധ്യതകൾ നിർവഹിക്കുന്ന ഇസ്ലാമികമായ അധ്യാപനങ്ങളെ പിൻപറ്റിക്കൊണ്ട് പ്രവൃത്തിപദങ്ങൾ അതുപോലെ തന്നെ വിശ്വാസരംഗം, ആചാരരംഗം സമ്പുഷ്ടമാക്കുന്ന നല്ലവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി പെരുമാറാകട്ടെ. ശാരീരികവും മാനസികവുമായ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും പടത്തരമ്പുരാൻ നമുക്കെല്ലാം മോചനം നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജോലികളിലും പ്രവൃത്തികളിലും അല്ലാഹു ഖൈറും ബർക്കത്തും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ